ടീച്ചർ എന്തേ പേടിച്ചു പോയോ? പിന്നെ ഇങ്ങനെ പാക്കിൽ നിന്ന് പേടിച്ചാത്തിരിക്കോ? കൊച്ചെവിടെ? അവളെ മമ്മി കൊണ്ടുപോയി. അല്ല, റയാൻ എന്ത് പറയുന്നു? അവനെ എനിക്ക് കാണണം. അവൻ കരച്ചില്ല, നാളെ കൊണ്ടുവരേണ്ടി വരും. അല്ല, നീ ഫുഡ് കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു. സത്യം പറയടി. ആ, ഞാൻ കഴിച്ചു, സത്യം. ഓഹോ, ഞാൻ ടേബിളിനെ വിളിക്കാം, അവൻ പറയട്ടെ കഴിച്ചോ ഇല്ലേന്ന്. അത് വേണോ? വേണം. കർത്താവേ, അവൻ സത്യം പറഞ്ഞു കൊടുത്താൽ ഞാൻ തീർന്നു. അച്ചു, സോറി ബ്രോ, ചെടിയുടെ മുൻപിൽ ഞാനൊന്നുമില്ല. ഐ ആം ഹെൽപ്ലെസ്. ഹലോ ദേവി, എന്താണ് അറിയാ ഈ രാത്രിയിൽ? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ആടാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാണേ. ആടാ പറ, എന്താ? എടാതെ ചെയ്യും ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ലടാ, അവള് കഴിച്ചില്ല. അപ്പോൾ ഓക്കെ, ബൈ. ഒരു കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പഴേ മതിലചാടി വന്നയാണോ? അതെ അതെ, നിനക്കത് ഇപ്പോഴാണോ മനസ്സിലായത്? ഇനി ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടല്ലോ. ഒരു പെൺകുട്ടിയുടെ റൂമിൽ മതിലചാടി വന്നേ പോയ അവൻ ഡയലോഗ് അടിക്കുന്നത് ഇറങ്ങി പോടാ. ഹേ അച്ചു, ഷീ ഈസ് മൈ വൈഫ്. ഇറങ്ങി പോടാ, അല്ലെങ്കിൽ എല്ലാവരോടും പോയി പറയും. പറഞ്ഞു, ഐ ഡോണ്ട് കെയർ. ഡി അച്ചു, നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഈ സ്റ്റോറി ഇവിടെ വെച്ച് അങ്ങ് അവസാനിക്കും. അല്ല, സ്റ്റോറി ചെയ്ത വേണ്ടി നീ വേണ്ടേ? നീ പോയില്ലേ ഞാൻ നിന്നെ കൊല്ലും. Oh my god, അപ്പൊ ശരി, ബൈ ബൈ, see you. ജയ്, all the best. അച്ചു പോവല്ലേ, പോയി. Oh my god, ഞാൻ ഇനി എന്തോ ചെയ്യും? ചെയ്യും. നീ എന്താടി ഫുഡ് കഴിക്കാത്തത്? എനിക്ക് വേണ്ട, അതുകൊണ്ടാ എന്തിനാ അടുത്തിട്ട് വരുന്നത്? അതെന്താടി നിനക്ക് വേണ്ടാത്തത്? ചേടി, എനിക്ക് ഫുഡ് വേണ്ട, അത്ര തന്നെ. ചെയ്യും, പോയി ഫുഡ് കഴിക്കും. ചേടി, എനിക്ക് വേണ്ട. ഇനി വേണ്ടാന്ന് പറഞ്ഞ ഇതായിരിക്കും പണിഷ്മെന്റ്. പോയി കൈകടി. ചേടി പ്ലീസ്, എനിക്ക് വേണ്ടാത്തത് കൊണ്ടല്ല, എനിക്ക് വേണ്ട. Wow, beautiful, fantastic, excellent, etc. നിന്നോട് പോയി കഴിക്കാനാണ് പറഞ്ഞത്. ചേടി, പോയി കൈകടി പിള്ളേ. ഓക്കെ, പോണ്. വെയിറ്റ്, ഞാനിവിടെ വരാം. നീ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല. അവര് ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് വരുന്നു. ഓഹോ, അപ്പൊ ഇതാണോ ജീരോമി പറഞ്ഞ മരുന്ന്? ഇവൾ ഇതുവരെ പോയില്ലേ? ഞാൻ ചുമ്മാ ഇതുവഴി പോയപ്പോ ഒന്ന് തലയിട്ട് എത്തി നോക്കിയതാ. ഇനി എത്തി നോക്കിയ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അതുകൊണ്ട് മോള് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഓടക്കാട് മടുത്തേണ്ടി ചേടി, ഞാൻ പോണു. അച്ചു, ഞാൻ പോയി. ബൈ ബൈ, see you. ഓ ഇവള്. ചേടി, എന്തോ? ഐ ലവ് യു. ലവ് യു ടു. ചേടി വേണ്ട കേട്ടോ, എനിക്ക് എന്തോ പോലെ ഫീൽ ആവുന്നു. എന്ത് ഫീല്? ഞാൻ നിന്റെ ഹസ്ബൻഡാ ചെയ്യും. ഇച്ഛായ? എന്തോ പറ. അല്ല, എന്റെ കുഞ്ഞുമോനിക്കൊന്ന് പോവാനൊന്നും ഉദ്ദേശമില്ലേ? ഇല്ല, ഞാൻ ഇന്ന് എന്റെ പെണ്ണിന്റെ കൂടെ ഉറങ്ങാൻ തീരുമാനിച്ചു. മമ്മി കണ്ട സീനാവേ? എന്ത് സീന്? ഒരു സീനും ഇല്ല. ഞാൻ എന്റെ കെട്ടിയോളുടെ കൂടെയാ കിടക്കുന്നത്. ഇച്ഛായ? ഒരിച്ചാനില്ല, കിടന്നുറങ്ങും ചെയ്യും. ചേടി, എനിക്ക് പേടിയാവുന്നു. ചേടി പോവാൻ നോക്ക്. നീ പറഞ്ഞ കേക്കത്തില്ല ലേഡി. ഇനി കിടന്നുറങ്ങിയില്ലെങ്കിൽ ഞാൻ വീണ്ടും 9 month ലീവ് തരും. ജസ്റ്റിൻ ഡേവിഡ് ചെയ്യും. 9 month ലീവ് വേണോ? വേണ്ട, ഞാൻ ഉറങ്ങി. ഗുഡ് നൈറ്റ്. നേരം പരപരാ വിളിക്കുന്ന സമയം ആണെന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടാ, കാരണം നമ്മൾ രാവിലെ എനിക്കറിയാലോ. അതുകൊണ്ട് നമ്മുടെ ചെയ്യും മിഴികൾ തുറക്കുന്നു. സാഹിത്യമിടച്ചു കയ്യിന്ന് പോവും. ചെയ്യും കണ്ണുകൾ തുറക്കുന്നു. അയ്യോ, മമ്മി പോരും. ചെടി എണീക്ക്. എന്തു വാടി ചെയ്യും? ഒരു 5 മിനിറ്റും കൂടി. താണ്ടെ എന്റെ പായിരിക്കുന്ന കേക്കിടും. എണീക്കണം, മമ്മി ഇപ്പൊ വരും. അതിന് നീ പോ ചെയ്യും, ഞാൻ ഉറങ്ങട്ടെ. ജസ്റ്റിൻ ഡേവിഡ് എണീക്കണം. പോ ചെയ്യും. ഇതും പറഞ്ഞ് ജസ്റ്റിക്കുട്ടൻ വീണ്ടും കണ്ണടയ്ക്കും. നമ്മുടെ ജെയിം പ്ലീസ് ആയിട്ട് ചേടിയുടെ കയ്യിൽ ഒരു 1.5 കടി കൊടുക്കും. എന്താടി ചെയ്യും നിനക്ക്? പോവാൻ നോക്ക്, മമ്മി കണ്ട സീനാവും. പോകുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നീ കുറെ ആയല്ലോ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്.
എന്താ മോളെ, പഴയ ജേടിയാണോ? വേണ്ട. ഐഷ്, ചെറിയൊരു പണിഷ്മെന്റ് എങ്കിലും തന്നില്ലേ? ജേടിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മോശം മോശം, വളരെ മോശം. കൊടുക്ക പണിഷ്മെന്റ്. അച്ഛോ യൂട്ടോ അല്ല, ചുമ്മാ ഒരു എന്റർടൈൻമെന്റ്. ഓടി ഇച്ചയോ മതി വീട്. തൽക്കാലത്തേക്ക് വിട്ടിരിക്കുന്നു. ചേടി പെട്ടെന്ന് പൊക്കെ, മമ്മി ഇപ്പൊ വരും. ഓക്കെ, ശരി, പോവാ. ബൈ. ഐ ലവ് യു. ലവ് യു ടു. ഞാൻ വരാം റയാനെ കൊണ്ട്. അങ്ങനെ നമ്മുടെ ജേടിക്കുട്ടൻ പോകുന്നു. സഡൻലി ചീനി മമ്മി വന്ന് ഡോർ നോക്ക് ചെയ്യുന്നു. ഓ ജസ്റ്റ് മിസ്, രക്ഷപ്പെട്ടു. പിന്നെ ആർമിസേ, ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. സോറി. മോളെ ചെയ്യും. എന്താ മമ്മി? എന്താടി ചെയ്യുന്ന ഒരു കള്ളലക്ഷണം? എന്ത് കള്ളലക്ഷണം? ഒന്നുമില്ല മമ്മി. സംതിങ് ഫിഷി. ഞാൻ പിടിച്ചോളാം. അല്ല ചെയ്യും, എന്താടി ഇവിടെ കാൽപാദത്തിന്റെ അടയാളവും മണ്ണും ഒക്കെ? എന്താടി സത്യം പറ. അതൊരു കള്ളം കയറിയതാ. എന്ത്? അല്ല മമ്മി, അത് കാറ്റ്, അപ്പം മണ്ണ് വന്നതാ, തണ്ടത്, അതുകൊണ്ട് വേറൊന്നുമില്ല. അല്ല എന്നാലും എങ്ങനെ? എന്തുവാടേ മമ്മിയും മോളും കൂടെ രാവിലെ? എടാ ഡേവി, നീ ഇത് നോക്കിയേ, ഇത് കണ്ട? ആ, കാൽപാദത്തിന്റെ അടയാളവും മണ്ണും. ഇവള് പറയുവാ ഇത് കാറ്റടിച്ചുണ്ടായതാണെന്ന്. അത് മുമ്പേ വല്ല കാട്ടുപോയിലും കേറിയതായിരിക്കും അല്ലേടി ജെയും? ശരിയാ. എന്തടാ നിനക്കൊക്കെ പരസ്പരം എന്തെല്ലാം സംസാരിക്കുന്നു? ഒരുത്തി പറഞ്ഞു കള്ളാൻ കേറിയതാണെന്ന്, ഇപ്പതാ ഇവൻ പറയുന്ന മുയല് വന്നതാണെന്ന്. എന്തുവാടാ നീയൊക്കെ? മമ്മിക്ക് കത്താത്ത ഞങ്ങളുടെ കുഴപ്പമാണോ? എവിടെ ഏവി, ഇനി നീ വാ തുറന്ന കൊല്ലും ഞാൻ. എടാ മക്കളെ, ഈ മമ്മിക്കെല്ലാം അറിയാം. മമ്മി കത്താത്തത് പോലെ അഭിനയിക്കുന്നതല്ലേ. ഹലോ, എന്താടി ഹോബി വിളിച്ചത്? എടി അതില്ലേ, എൻ്റെ ഒരേ ഒരു പ്രോഡക്റ്റ് ആയ ജസ്റ്റിൻ ഡേവിഡ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓഹോ, ചുമ്മാ അല്ല, ജെയിമിന്റെ റൂമിൽ നിന്ന് ശബ്ദം കേട്ടത്. പാവം പിള്ളേര്, അവർക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. അത് ശരിയാ, നമ്മളെന്ത് പറയാനാ, അവനവൻ്റെ വൈഫിനല്ലേ കാണുന്നത്. പാവം, കണ്ടിട്ട് പൊക്കോട്ടെ. ഞാൻ എന്തായാലും ഇത് നിന്നോട് പറയാമെന്ന് വിചാരിച്ച് വിളിച്ചതാ. അപ്പം ശരിയുടെ ബൈ. മമ്മി എന്താലോചിച്ചുകൊണ്ട് നിൽക്കുവാ? മമ്മി ഇങ്ങ് വന്നേ, എന്നിട്ട് ഫുഡ് എടുത്തു പോയി. ആ താ വരുന്നു. മമ്മി എനിക്ക് വേണം. ദേവി തോ കാക്ക മലർന്നു പറക്കുന്നു. എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. എന്റെ കർത്താവേ, ഇങ്ങനൊരു പൊട്ടൻ. ഹോ, മമ്മി ജെയിമിനെ ആക്കിയതാണ്. ഷോ, ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു. ഹോ, എന്റെ പൊന്നുമോനിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, ഭാഗ്യം. എനിക്ക് വിശക്കുന്നു. ഫുഡ്. വീണ്ടും കാക്ക മലർന്നു പറക്കുന്നു. എവിടെ? ഐഷ്, ഞാൻ വീണ്ടും ചമ്മി. മമ്മി, ജെയിമിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അതെ അതെ, ഇന്നലെ രാത്രിയിൽ ആരോ വന്ന് എന്തോ ഒരു മെഡിസിൻ കൊടുത്തു കാണും. അതെ അതെ, നീ പറഞ്ഞത് വളരെ അധികം കറക്റ്റാണ്. താണ്ടെ മമ്മി മോനെ ഇറങ്ങി പോണോ, അതോ ഞാൻ ചവിട്ടി പുറത്താക്കണോ? അയ്യോ, ഞാൻ പോവാടാ. കോഴിക്കുഞ്ഞെ, ജീവൻ വേണമെങ്കിൽ വാ. എന്ത് മമ്മി, യു ടു? വന്ന് മമ്മി വരെ എന്നെ ആക്കി തുടങ്ങി. ഇത് സമ്മതിക്കൂല, ഇത് ശരിയല്ല. ചെറുക്ക, അടുത്ത 5 മിനിറ്റിനുള്ളിൽ കിച്ചൺ ഡോർ ക്ലോസ് ആവും. അതിനു മുമ്പേ വന്ന നിനക്കൊക്കെ തന്നെ കൊള്ളാം. പിന്നെ ഇവിടുന്ന് പച്ചവെള്ളം കിട്ടുമെന്ന് നീയൊക്കെ പ്രതീക്ഷിക്കണ്ട. ഇതെന്താ നമ്മുടെ ചീനി മമ്മി ഇറങ്ങി പോകുന്നു. ഹായ് മമ്മി, എനിക്ക് വിശക്കുന്നു, അടക്കല്ലേ, ഞാൻ ദാ വരുന്നേ. അപ്പൊ ഓക്കെ, ബൈ ബൈ. പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് എപ്പിസോഡ് ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ആയെന്ന് വരും. ഓക്കെ, അപ്പൊ ബൈ.